ഹലോ എവരി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദ 7 ഏജസ് ഓഫ് മാൻ എന്ന വില്യം ഷേക്സ്പിയറുടെ കവിതയിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ പോയറ്റ് സേ അബൌട്ട് ദ വേൾഡ്? ലോകത്തെക്കുറിച്ച് കവി എന്താണ് പറയുന്നത്? According to Shakespeare, the world is like a stage where every man and woman comes to play one's part. ഓരോ പുരുഷനും സ്ത്രീയും അവരവരുടെ വേഷങ്ങൾ ചെയ്യാൻ വരുന്ന ഒരു വേദിയാണ് ലോകം എന്നാണ് കവിയായ ഷേക്സ്പിയർ പറയുന്നത്. വൈ ഡസ് ദ പോയറ്റ് കോൾ മെൻ ആൻഡ് വിമൺ മിയർ പ്ലെയേഴ്സ്? എന്തുകൊണ്ടാണ് കവി പുരുഷന്മാരെയും സ്ത്രീകളെയും വെറും അഭിനേതാക്കൾ എന്ന് വിളിക്കുന്നത്? Men and women on earth are merely players in the drama of life. ഈ ഭൂമിയിലെ സ്ത്രീകളും പുരുഷന്മാരും ജീവിതം എന്ന നാടകത്തിലെ അഭിനേതാക്കൾ മാത്രമാണ്. At birth they enter the stage and on their death they leave it. ഓരോ മനുഷ്യനും ജനനത്തോടെ ലോകമെന്ന വേദിയിലേക്ക് പ്രവേശിക്കുന്നു. അവരവരുടെ മരണത്തോടെ ലോകമെന്ന വേദി വിട്ടുപോകുകയും ചെയ്യുന്നു. They play 7 roles on the stage depending upon their age. ഓരോ മനുഷ്യനും അവരുടെ പ്രായത്തിനനുസരിച്ച് 7 വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യുന്നു. മാൻ പാസസ് ത്രൂ 7 സ്റ്റേജസ് അക്കോർഡിംഗ് ടു ഹിസ് ഏജ്. ഓരോ മനുഷ്യനും അവൻ്റെ പ്രായത്തിനനുസരിച്ച് 7 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈച്ച് ഏജ് ഹാസ് സർട്ടൺ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് മാൻ ഫോളോസ്. ഓരോ ഏജിലും മനുഷ്യൻ ചില പ്രത്യേക സ്വഭാവ രീതികൾ പിന്തുടരുന്നു. ദസ് ഹി പ്ലേസ് ദ പാർട്ട് അസൈൻ ടു ഹിം. അങ്ങനെ അവനെ ഓരോ പ്രായത്തിലും ഏൽപ്പിച്ച ഭാഗങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കുന്നു. ആൻഡ് വൺ മാൻ ഇൻ ഹിസ് ലൈഫ് ടൈം പ്ലേസ് മെനി പാർട്സ്. ഹൗ? എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതകാലത്ത് പല വേഷങ്ങൾ ചെയ്യുന്നത്? എ മാൻ ഈസ് ഫേറ്റഡ് ടു പ്ലേ മെനി റോൾസ് ഇൻ ഹിസ് ലൈഫ്. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പല വേഷങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവനാണ്. ആസ് ഹി ഗ്രോസ് ഹിസ് റോൾ ചേഞ്ചസ് ആൻഡ് ഹിസ് ക്യാരക്ടർ ഓൾസോ ചേഞ്ച് അക്കോർഡിംഗ്ലി. ഓരോ മനുഷ്യൻ വളരും തോറും അവൻ്റെ റോൾ വേഷം മാറുന്നു. അതിനനുസരിച്ച് അവൻ്റെ സ്വഭാവവും മാറുന്നു. ഹീ ടേക്സ് ബർത്ത് ഓൺലി ടു പ്ലേ ഡിഫറെൻറ്റ് റോൾസ്. ദ റോൾസ് ഓഫ് ആൻ ഇൻഫൻറ്റ്, എ സ്കൂൾ ബോയ്, എ ലവർ, എ സോൾജിയർ, എ ജഡ്ജ്, ആൻ ഓൾഡ് ആൻഡ് സിനാൽ പേഴ്സൺ. കുഞ്ഞ്, സ്കൂൾ കുട്ടി, കാമുകൻ, പട്ടാളക്കാരൻ, ജഡ്ജി, പ്രായമായൊരു വ്യക്തി എന്നിങ്ങനെ വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു മനുഷ്യൻ ജന്മമെടുക്കുന്നത് തന്നെ. ഹൗ ഡസ് ദ പോയറ്റ് ക്ലാസിഫൈ ദ 7 ഏജസ് ഓഫ് മാൻ? മനുഷ്യൻ്റെ 7 സ്റ്റേജസിനെ എങ്ങനെയാണ് കവി തരംതിരിച്ചിരിക്കുന്നത്? ഷേക്സ്പിയർ കൺവേസ് ത്രൂ ഹിസ് ക്യാരക്ടർ ജാക്ക് ദാറ്റ് ഹ്യൂമൻ ലൈഫ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 7 സ്റ്റേജസ്. നമ്മൾ പഠിച്ചതാണ് ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിത ഷേക്സ്പിയറുടെ നാടകമായ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന നാടകത്തിലെ ജാക്ക് എന്ന കഥാപാത്രത്തിലൂടെയാണ് മനുഷ്യ ജീവിതത്തെ 7 വ്യത്യസ്ത ഏജായി വിഭജിക്കാമെന്ന് ഷേക്സ്പിയർ പറയുന്നത്. The first stage is that of an infant who is totally helpless and dependent. ലോകമാകുന്ന വേദിയിൽ ജീവിതം എന്ന നാടകത്തിലേക്ക് പ്രവേശിക്കുന്നത് ജനനത്തോടെയാണ്. ഒന്നാമത്തെ സ്റ്റേജാണ് ഇൻഫൻസി. ശിശുവായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദെൻ ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ദാറ്റ് ഓഫ് ദ സ്കൂൾ ഗോയിങ് ബോയ്. രണ്ടാമത്തെ സ്റ്റേജ് ഒരു സ്കൂൾ കുട്ടിയാണ്. ഹീ ഈസ് അൺവില്ലിങ് ടു ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ തയ്യാറല്ലാത്ത ഒരു കുട്ടി. In the third stage, man plays the role of a lover who heave deep sigh in the absence of his beloved. മൂന്നാമത്തെ സ്റ്റേജിൽ ഒരു കാമുകനാണ്. തൻ്റെ പ്രിയപ്പെട്ടവളുടെ അഭാവത്തിൽ ദീർഘനിശ്വാസങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു കാമുകന്റെ വേഷമാണ് മനുഷ്യൻ അവതരിപ്പിക്കുന്നത്. In the next stage, he is an energetic rush soldier who is ready to sacrifice even his life for short-lived reputation. നാലാമത്തെ സ്റ്റേജിൽ ക്ഷണികമായ പ്രശസ്തിക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായ ഊർജ്ജസ്വലനായ ഒരു പട്ടാളക്കാരനെയാണ് അവതരിപ്പിക്കുന്നത്. In the fifth stage, midlife, he plays the role of prosperous, well-fed judge. അഞ്ചാമത്തെ സ്റ്റേജിൽ മധ്യവയസ്സനായ ഒരു ജഡ്ജിയുടെ റോളാണ് കൈകാര്യം ചെയ്യുന്നത്. He shows off his wisdom and knowledge to impress others. മറ്റുള്ളവരുടെ മുൻപിൽ ശ്രദ്ധാകേന്ദ്രമാകാൻ അവൻ തൻ്റെ അറിവ് പ്രകടിപ്പിക്കുന്നു. Then in the sixth stage, senescence, he is a weak, thin, old man. ആറാമത്തെ സ്റ്റേജിൽ മെലിഞ്ഞ് ദുർബലനായ ഒരു വൃദ്ധന്റെ വേഷം കൈകാര്യം ചെയ്യുന്നു. He looks funny in his loose clothes. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് കാണുന്നവർക്ക് ഒരു തമാശ പോലെ തോന്നുന്ന വിധത്തിലാണ് നടക്കുന്നത്.
The last stage is that of dotage when man becomes childlike. അവസാന സ്റ്റേജായ ഡോട്ടിച്ച് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന സ്റ്റേജാണ്. ഫസ്റ്റ് സ്റ്റേജായ ശൈശവകാലത്തിലെ പോലെ ലാസ്റ്റ് സ്റ്റേജിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുന്നു. ഹി ലോസസ് ഹിസ് റീഫ്ലെക്സസ് ആൻഡ് സെൻസസ്. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. ദസ് എൻസ് എ ഡ്രാമ ഓഫ് ഹിസ് ലൈഫ്. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം എന്ന നാടകം അവസാനിക്കുന്നു. Next question, is the change from the mewling infant to the whining schoolboy a true picture of a transformation from early infancy to childhood? Explain. ഫസ്റ്റ് സ്റ്റേജിൽ ശിശു ആയിരിക്കുമ്പോഴും സെക്കൻഡ് സ്റ്റേജിൽ സ്കൂൾ കുട്ടിയായിരിക്കുമ്പോഴും കരയുന്നുണ്ട്. രണ്ട് സ്റ്റേജിലും രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങൾക്കാണ് കരയുന്നത്. ഈ ഒരു മാറ്റം ശിശുവിൽ നിന്ന് ബാല്യത്തിലേക്കുള്ള പരിവർത്തനത്തിൻ്റെ യഥാർത്ഥ ചിത്രമാണോ? ആണെങ്കിൽ അത് വിശദീകരിക്കുക. The change from the mewling infant to the whining schoolboy is a true picture of a transformation from early infancy to childhood. അതെ, ശരിയായ രൂപാന്തരത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. The first stage is that of the infant. ഫസ്റ്റ് സ്റ്റേജിൽ ഒരു ശിശുവായിരുന്നു. The infant cries and vomits milk in the arms of his nurse. കുഞ്ഞായിരിക്കുമ്പോൾ കരയുകയും നേഴ്സിൻ്റെ കൈകളിൽ പാൽ ഛർദ്ദിക്കുകയും ചെയ്യുന്നു. ദ ഇൻഫൻറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ അതേഴ്സ് ഫോർ ഫുൾഫില്ലിംഗ് ഈവൻ ഹിസ് ബേസിക് നീഡ്സ്. കുഞ്ഞായിരിക്കുമ്പോൾ തൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായി വരുന്നു. ഹീ ക്യാൻ ഡു നത്തിങ് ബട്ട് ക്രൈ ടു എക്സ്പ്രസ് ഹിസ് നീഡ്സ്. തൻ്റെ ആവശ്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാൻ കരയുകയല്ലാതെ കുഞ്ഞിന് വേറെ വഴിയില്ല. ദ സ്കൂൾ ബോയ് ഈസ് നോട്ട് ഡിപ്പെൻഡൻറ്റ് ഓൺ എ നേഴ്സ് ഫോർ ഫുൾഫില്ലിംഗ് ഹിസ് ബേസിക് നീഡ്സ്. സ്കൂൾ കുട്ടിക്ക് തൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു നേഴ്സിൻ്റെ ആവശ്യമില്ല. The schoolboy is described as unwilling to go to school and walks very slowly like a snail while going to school. സ്കൂളിൽ പോകാൻ തീരെ താല്പര്യമില്ലാത്ത കുട്ടി സ്കൂളിൽ പോകുന്ന സമയം ഒച്ചിനെ പോലെ വളരെ പതിയെയാണ് നടക്കുന്നത്. How is the lover presented by the poet? കവിതയിലെ കാമുകനെ എങ്ങനെയാണ് കവി ചിത്രീകരിച്ചിരിക്കുന്നത്? The lover spends his time thinking about his beloved's looks, writing poetry for his beloved and expressing his frustration in love by sighing. കാമുകൻ തൻ്റെ പ്രിയപ്പെട്ടവളുടെ രൂപത്തെക്കുറിച്ച് ചിന്തിച്ച് കവിത എഴുതി പ്രിയപ്പെട്ടവളുടെ അഭാവത്തിൽ ദീർഘനിശ്വാസത്തിലൂടെ തൻ്റെ പ്രണയത്തിലെ നിരാശ പ്രകടിപ്പിക്കുന്നു. What does the phrase seeking bubble reputation mean? ബബിൾ എന്താണ്? കുമിള. കുമിള പോലെയാണ് പ്രശസ്തി, സ്ഥാനമാനങ്ങൾ. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് റെപ്യൂട്ടേഷൻ ഈസ് ആസ് ഷോർട്ട് ലിവ് ആസ് ദ ലൈഫ് ഓഫ് എ ബബിൾ. പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും ഒരു കുമിളയുടെ ആയുസ് പോലെ ക്ഷണികമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഡിസ്ക്രൈബ് ദ സിക്സ്ത് സ്റ്റേജ് ഇൻ ദ ഡ്രാമ ഓഫ് ലൈഫ്. ജീവിതം എന്ന നാടകത്തിലെ ആറാമത്തെ സ്റ്റേജ് വിവരിക്കുക. 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ആൻസർ എഴുതിയാൽ മതിയാകും. 3 അതിൽ കൂടുതലോ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ അപ്രീഷിയേഷനിൽ പഠിച്ചപ്പോൾ പറഞ്ഞ ആറാമത്തെ സ്റ്റേജ് ഫുള്ളായി എഴുതുക. ആൻസർ നോക്കാം. ദ സിക്സ്ത് സ്റ്റേജ് ഈസ് ദാറ്റ് ഇൻ വിച്ച് മാൻ ബിക്കംസ് ഓൾ വീക്ക് ആൻഡ് തിൻ. ആറാമത്തെ സ്റ്റേജിൽ ഒരു മനുഷ്യൻ മെലിഞ്ഞ് ദുർബലനായ ഒരു വൃദ്ധനായി തീരുന്നു. ഇൻ ഹിസ് ലൂസ് ക്ലോത്ത്സ് ഹി ലുക്സ് ഫണ്ണി. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് കാണുന്നവർക്ക് ഒരു തമാശ പോലെ തോന്നുന്ന വിധത്തിലാണ് കാണപ്പെടുന്നത്. ഹൗ ഡസ് ദ പോയറ്റ് പ്രസന്റ് ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്? വൈ? ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തെ കവി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? ദ ലാസ്റ്റ് ഓഫ് ദ ഏജസ് ഈസ് ഡോട്ടിച്ച് ഇൻ ടു ദ ഫൈനാലിറ്റി ഓഫ് ഡെത്ത്. മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ് ഡോട്ടിച്ച്. ദ സ്പീക്കർ കോൾസ് ഇറ്റ് ദ ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ഇൻ ദ പ്ലേ ഓഫ് ദ പേഴ്സൺസ് ലൈഫ് ഓൺ ദ സ്റ്റേജ് ഓഫ് ദ വേൾഡ്. ലോകമാകുന്ന വേദിയിലെ നമ്മുടെ ജീവിതം എന്ന നാടകത്തിലെ അവസാനത്തെ സീനാണ് ഈ 7th സ്റ്റേജ് എന്ന് സ്പീക്കർ കവി പറയുന്നു. ഹി ഡിസ്ക്രൈബ്സ് ദിസ് ഫൈനൽ സ്റ്റേജ് ഓഫ് ലൈഫ് ആസ് എ സെക്കൻഡ് ചൈൽഡിഷ്നെസ് വേർ ദ പേഴ്സൺ എൻറ്റേഴ്സ് ഇൻ ടു ഒബ്ലിവിയൻ. ഈ ഒരു ഘട്ടത്തെ കവി വിളിക്കുന്നത് രണ്ടാമത്തെ ശൈശവകാലം എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ശിശു ആയിരുന്നപ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ്, ഓർമ്മ എന്നിവയില്ല. മാതാപിതാക്കളെയോ നേഴ്സിനെയോ ആശ്രയിച്ചായിരുന്നു നമ്മുടെ ജീവിതം. അതുപോലെ തന്നെ ഒരു സ്റ്റേജിലൂടെയാണ് ഈ വയസ്സായ വ്യക്തിയും കടന്നു പോകുന്നത്.
Dotage causes a loss of all senses and the person is left with nothing. എല്ലാ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കാത്ത അവസ്ഥയിലെത്തിയിരിക്കുന്നു. വി സി എ റിട്ടേൺ ടു ഡിപ്പെൻഡൻസി ഇൻ ദിസ് സ്റ്റേജ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ ഈ ഒരു ഘട്ടത്തിൽ ആശ്രിതത്വത്തിലേക്കുള്ള തിരിച്ചുവരവായി നാം കാണുന്നു. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദ തീം ഓഫ് ദ പോം? കവിതയുടെ ആശയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അക്കോർഡിംഗ് ടു ഷേക്സ്പിയർ, ഹ്യൂമൻ ലൈഫ് ഈസ് ട്രാൻസിറ്ററി. മനുഷ്യജീവിതം ക്ഷണികമാണെന്നാണ് ഷേക്സ്പിയർ അഭിപ്രായപ്പെടുന്നത്. ദർ ഈസ് നത്തിങ് പെർമനന്റ് ഇൻ ഇറ്റ്. മനുഷ്യജീവിതത്തിൽ ശാശ്വതമായി ഒന്നുമില്ല. The poem is based on a speech given by a character Jack in the well-known play As You Like It. As You Like It എന്ന ഷേക്സ്പിയറുടെ നാടകത്തിലെ ജാക്ക് എന്ന കഥാപാത്രത്തിൻ്റെ ഒരു സ്പീച്ചിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കവിത. For Jack, there is nothing noble or praiseworthy in a man's life. ജാക്കിൻ്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ശ്രേഷ്ഠമോ പ്രശംസനീയമായതോ ഒന്നും തന്നെയില്ല. He makes fun of all the 7 ages of man and calls birth as entry and death as exit. ഈ ജാക്ക് എന്ന വ്യക്തി മനുഷ്യൻ്റെ 7 സ്റ്റേജസിനെ പരിഹസിക്കുന്നു. കൂടാതെ മനുഷ്യൻ്റെ ജനനത്തെ എൻട്രി പ്രവേശനമെന്നും മരണത്തെ എക്സിറ്റ് പുറത്തു കടക്കുക എന്നും വിളിക്കുന്നു. What is the significance of the words entrances and exits in the poem The 7 Ages of Man? The 7 Ages of Man എന്ന കവിതയിലെ എൻട്രൻസ്, എക്സിറ്റ് എന്നീ പദങ്ങളുടെ പ്രസക്തി എന്താണ്? തൊട്ടു മുൻപുള്ള ആൻസറിൽ എന്താണ് എൻട്രൻസ്, എക്സിറ്റ് എന്ന് നമ്മൾ പഠിച്ചതാണ്. ആൻസർ നോക്കാം. ഹ്യൂമൻ ലൈഫ് ഹാസ് ബീൻ കമ്പയർഡ് ബൈ ദ പോയറ്റ് ടു എ സ്റ്റേജ് വെയർ ആക്ടേഴ്സ് അപ്പിയർ ഇനാക്ട് ദെയർ റോൾസ് ആൻഡ് ക്വിറ്റ്. മനുഷ്യ ജീവിതത്തെ കവി താരതമ്യപ്പെടുത്തുന്നത് എന്തിനോടാണ്? സ്റ്റേജ്, ഒരു വേദിയോടാണ് താരതമ്യപ്പെടുത്തുന്നത്. ഈ ലോകമാകുന്ന വേദിയിൽ ജീവിതം എന്ന നാടകത്തിലെ അഭിനേതാക്കളാണ് ഓരോ മനുഷ്യനും. അവർ അവരുടെ വേഷങ്ങൾ ചെയ്ത് പോകുന്നു. എൻട്രൻസസ് ഹിയർ സിഗ്നിഫൈ ഹ്യൂമൻ ബർത്ത് ആൻഡ് എക്സിറ്റ്സ് ഡെത്ത്സ്. എൻട്രൻസ് മനുഷ്യന്റെ ജനനത്തെയും എക്സിറ്റ്സ് മരണത്തെയും സൂചിപ്പിക്കുന്നു. ഹ്യൂമൻ ബീയിങ്സ് ടേക്ക് ബർത്ത്, പ്ലേ ദെയർ പാർട്സ് ആൻഡ് ഡൈ. ഓരോ മനുഷ്യനും ജനിക്കുന്നു, അവരുടെ വേഷങ്ങൾ ചെയ്യുന്നു, അതിനുശേഷം മരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ദെൻ ദ ലവർ സാങ് ലൈക്ക് ഫർണിസ്. ഐഡന്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ. പിക്ക് അതർ എക്സാമ്പിൾസ് ഫ്രം ദ പോം. ഒരു ഫർണിസ് അടുപ്പ് അല്ലെങ്കിൽ ചൂള പോലെ ലവർ നെടുവീർപ്പിടുന്നു എന്ന ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഏതാണ്? സിമിലിയാണ് ഫിഗർ ഓഫ് സ്പീച്ച്. ലൈക്ക് അല്ലെങ്കിൽ ആസ് ചേർത്ത് വരുമ്പോഴാണ് സിമിലി ആകുന്നത്. ദ അതർ സിമിലീസ് ആർ ബിയർഡഡ് ലൈക്ക് ദ പാഡ്, കരിമ്പുലിയെ പോലെയുള്ള താടി. ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, ഒച്ചിനെ പോലെ ഇഴയുന്ന. And all men and women are merely players is an instance of metaphor in the poem. ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫോറിന് ഉദാഹരണമാണ് ആൻഡ് ഓൾ മെൻ ആൻഡ് വിമൻ ആർ മിയർലി പ്ലേയേഴ്സ്. എല്ലാ സ്ത്രീകളും പുരുഷന്മാരും അഭിനേതാക്കളാണ്. അഭിനേതാക്കളെ പോലെയാണ് എന്നല്ല, അഭിനേതാക്കളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ക് ഔട്ട് അതർ ഇൻസ്റ്റൻസസ് വേർ ദിസ് ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ്. ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റുള്ള മെറ്റഫോഴ്സ് കണ്ടെത്തുക. ഓൾ ദ വേൾഡ് ഈസ് എ സ്റ്റേജ്. ലോകം ഒരു സ്റ്റേജാണ്. ഷൈനിങ് മോർണിംഗ് ഫേസ്, കുട്ടിയുടെ മുഖം ഷൈനിങ് മോർണിംഗ് ഫേസ് ആണ്. ദ ബബിൾ റെപ്യൂട്ടേഷൻ പദവി, പ്രശംസ, ക്ഷണികമാണ്. പ്രിപ്പയർ ആൻഡ് അപ്രിഷിയേഷൻ ഓഫ് ദ പോം ദ 7 Ages of Man. 7 Ages of Man എന്ന കവിതയുടെ ആസ്വാദനക്കുറിപ്പ് എഴുതുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദ 7 Ages of Man എന്നതിൻ്റെ പാർട്ട് 1 വീഡിയോ കാണുക. അതിൽ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ഈസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് മിയർ ഒബ്ലിവിയൻ. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്. ജീവിതം എന്ന നാടകത്തിലെ അവസാനത്തെ സ്റ്റേജ് രണ്ടാമത്തെ ശൈശവകാലം എന്ന് പറയാൻ കാരണം ശൈശവകാലത്തിൽ എന്ന പോലെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്നു. കൂടാതെ മറവി. സാൻസ് ടീത്ത് എന്താണ്? സാൻസ് മീൻസ് വിത്തൗട്ട്, ഇല്ലാതെ എന്നാണ്. പല്ലില്ലാത്ത, സാൻസ് ഐസ് കാഴ്ചയില്ലാത്ത, സാൻസ് ടേസ്റ്റ് സ്വാദറിയാൻ സാധിക്കാത്ത, സാൻസ് എവറിത്തിങ് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയാണ് ഏഴാമത്തെ സ്റ്റേജ്. Draft an editorial on the problems of the aged people in our modern society to be published in a popular daily. ഒരു പ്രമുഖ പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആധുനിക സമൂഹത്തിൽ വയോജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു എഡിറ്റോറിയൽ തയ്യാറാക്കുക.
താഴെ കുറിച്ച് ഹിൻസ് സൂചനകൾ കൊടുത്തിട്ടുണ്ട്. ബിസി ലൈഫ്, തിരക്കുപിടിച്ച ജീവിതം, എംപ്ലോയ്ഡ് ചിൽഡ്രൻ, ജോലിക്കാരായ മക്കൾ, ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം, ലോ ഇൻകം, താഴ്ന്ന വരുമാനം, ലാക്ക് ഓഫ് വാല്യൂസ്, മൂല്യശോഷണം. ഇത്രയുമാണ് ഹിൻസ്. അപ്പോൾ നമുക്ക് ഒരു എഡിറ്റോറിയൽ എങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ എഡിറ്റോറിയലിന് ഒരു ഹെഡ്ലൈൻ കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്നത് ദ ട്രൂത്ത് അബൌട്ട് ഓൾ ഏജ് ഇൻ ദ വേൾഡ് എന്നാണ്. ഹെഡ്ലൈന് ഫുൾ സ്റ്റോപ്പ് ഇടരുത്. കണ്ടന്റ് നോക്കാം. മോർ ദാൻ 20% ഓഫ് അവർ പോപ്പുലേഷൻ ആർ എൽഡർലി പീപ്പിൾ. നമ്മുടെ ജനസംഖ്യയുടെ 20% പ്രായമായ ആളുകളാണ്. ഹാവിങ് വർക്ക് ത്രൂ ഔട്ട് ദ ഹെൽത്തി ലൈഫ് ദേ ആർ നൗ ഫേസിംഗ് ദ ഓൾഡ് ഏജ്. അവരുടെ ആരോഗ്യകരമായ ജീവിതത്തിലുടനീളം ജോലി ചെയ്തിരുന്നവർ ഇപ്പോൾ വാർദ്ധക്യത്തെ അഭിമുഖീകരിക്കുകയാണ്. അറ്റ് ദിസ് പീരീഡ് ദേ ഹാവ് ടു എൻകൗണ്ടർ സെവറൽ പ്രോബ്ലംസ്. ഈ കാലയളവിൽ അവർക്ക് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നു. ഇൻ ദ ഹസൽ ആൻഡ് ബസൽ ഓഫ് ദ മോഡേൺ വേൾഡ് ഓൾ പീപ്പിൾ ആർ ഓഫൺ ബീയിങ് നെഗ്ലക്റ്റഡ്. തിരക്കുപിടിച്ച ആധുനിക ലോകത്തിലെ ജീവിതത്തിനിടയിൽ പ്രായമായവർ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. ഓൾഡ് ഏജ് ഹോംസ് ആർ മഷ്റൂമിംഗ് ഇൻ ദ ചേഞ്ചിങ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. മാറുന്ന സാമൂഹിക ചുറ്റുപാടിൽ വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ്. ഇൻസ്റ്റൻസസ് ഓഫ് ഓൾ പീപ്പിൾ ബീയിങ് അബാൻഡൻഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ആർ ഓൾസോ ഓൺ ദ ഇൻക്രീസ്. വൃദ്ധരായവരെ തെരുവിൽ ഉപേക്ഷിക്കുന്ന സംഭവങ്ങളും വർദ്ധിച്ചു വരികയാണ്. Now we witness a celebration of youth everywhere. ഇപ്പോൾ എല്ലായിടത്തും യുവത്വത്തിൻ്റെ ആഘോഷമാണ്. യൂത്ത് ഈസ് ദ കീ ഫാക്ടർ ഇൻ അവർ മോഡേൺ സൊസൈറ്റി. നമ്മുടെ ആധുനിക സമൂഹത്തിലെ പ്രധാന ഘടകമാണ് യുവത്വം. For this reason, even old people wish to appear like young men and women. ഇക്കാരണത്താൽ പ്രായമായവർ പോലും യുവതി യുവാക്കളെ പോലെ സമൂഹത്തിനു മുൻപിൽ തങ്ങളെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. They dress up like the youth so that they may be acceptable to the society. സമൂഹത്തിൽ അവർക്ക് സ്വീകാര്യത ലഭിക്കാൻ വേണ്ടിയാണ് അവർ യുവാക്കളെ പോലെ വസ്ത്രം ധരിക്കുന്നത്. Their neglect of old age has become a reality now. വൃദ്ധരോടുള്ള അല്ലെങ്കിൽ വാർദ്ധക്യത്തോടുള്ള അവരുടെ അവഗണന ഇതിന് തെളിവാണ്. It is high time that we paid more attention to the aged people. പ്രായമായവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. They had dedicated their lives for us. നമുക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ് പ്രായമായ ഈ വ്യക്തികൾ. We should never forget the fact that we are moving along the paths shown by them. അവർ കാണിച്ചു തന്ന വഴികളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്ന സത്യം ഒരിക്കലും മറക്കരുത്. When we look upon old age as a troublesome thing and abandon the elders in the old age homes or in the streets, it would be nice to remember that a similar fate is awaiting us as well. വാർദ്ധക്യത്തെ വിഷമകരമായ കാര്യമായി കാണുകയും വൃദ്ധരായവരെ വൃദ്ധസദനങ്ങളിലോ തെരുവിലോ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ സമാനമായ ഒരു വിധിയാണ് നമ്മളെയും കാത്തിരിക്കുന്നതെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. It is the bounden duty of individuals and society to care for the aged. വൃദ്ധരായവരെ പരിചരിക്കുക എന്നത് വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും കടമയാണ്. We should make proper use of their experience, knowledge and maturity. പ്രായമായവരുടെ അനുഭവ പരിചയവും അറിവും പക്വതയും നാം ശരിയായി ഉപയോഗിക്കണം. We should provide them with comfort and consolation in their loneliness. അവരുടെ ഏകാന്തതയിൽ നാം അവർക്ക് ആശ്വാസം നൽകണം. We should take care of the elderly and keep them close to our lives. പ്രായമായവരെ നാം പരിപാലിക്കുകയും അവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു നിർത്തുകയും വേണം. If we keep them away, our society would be incomplete. പ്രായമായവരെ അകറ്റി നിർത്തിയാൽ നമ്മുടെ സമൂഹം അപൂർണമാകും. Only in the case of unavoidable situations should we think of old age homes. നമുക്ക് ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ മാത്രമേ വൃദ്ധസദനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ. Let's all move ahead in our life, keeping in our mind that these respectable elderly people had lived for their succeeding generations. ആദരണീയരായ ഈ വൃദ്ധജനങ്ങൾ അവരുടെ തുടർന്നുള്ള തലമുറകൾക്കായി ജീവിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലോർത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് സഞ്ചരിക്കാം. Let them be the lights of our homes. അവർ നമ്മുടെ വീടുകളുടെ വിളക്കുകളാകട്ടെ. Next question.
All the world is a stage and all the men and women merely players. They have their exits and their entrances, and one man in his time plays many parts, his acts being 7 ages. ഇത് കവിതയിലെ കുറിച്ച് ലൈൻസ് ആണ്. പലതവണ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ വരികളെ അടിസ്ഥാനമാക്കി 3 ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വേൾഡ് കമ്പയർഡ് ടു? ലോകത്തെ എന്തുമായിട്ടാണ് കവി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്? ദ വേൾഡ് ഈസ് കമ്പയർഡ് ടു ദ സ്റ്റേജ്. ലോകത്തെ ഒരു സ്റ്റേജ്, വേദിയോടാണ് കവി താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എക്സിറ്റ്സ് ആൻഡ് എൻട്രൻസസ് മീൻ. എക്സിറ്റ് ആൻഡ് എൻട്രൻസ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഡെത്ത്സ് ആൻഡ് ബർത്ത്, ജനനവും മരണവും. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ ആക്സ് ഇൻ ദ ലാസ്റ്റ് ലൈൻ? ഹിസ് ആക്സ് ബീങ് 7 ages എന്ന വരിയിലെ ആക്സ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Acts in the last line mean roles which a person enact in his lifetime. Act എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് ചെയ്യുന്ന റോൾസ്, വേഷങ്ങളെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ഫസ്റ്റ് ദ ഇൻഫന്റ് മ്യൂളിംഗ് ആൻഡ് പ്യൂക്കിംഗ് ഇൻ ദ നഴ്സസ് ആൻസ്. നേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞ് കരയുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നു. വിച്ച് സ്റ്റേജ് ഓഫ് ലൈഫ് ഈസ് ബീയിങ് റെഫേർഡ് ടു ഹിയർ? ജീവിതത്തിലെ ഏത് സ്റ്റേജിനെ കുറിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്നത്? ദ സ്റ്റേജ് ഓഫ് ലൈഫ് ഡിസ്ക്രൈബ് ഹിയർ ഈസ് ഇൻഫൻസി. ഇൻഫൻസി, ശൈശവകാലത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഏജ്? ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണ്? അറ്റ് ദിസ് സ്റ്റേജ് ആൻ ഇൻഫൻറ്റ് ഈസ് ഹെൽപ്ലെസ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്. ഈ ഒരു സ്റ്റേജിൽ ശിശു നിസ്സഹായനും മറ്റുള്ളവരെ ആശ്രയിച്ചുമാണ് കഴിയുന്നത്. ഗീവ് ദ മീനിങ് ഓഫ് മ്യൂലിംഗ്. മ്യൂലിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ക്രൈയിങ്, കരയുക എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദെൻ ദ വൈനിങ് സ്കൂൾ ബോയ് വിത്ത് ഹിസ് സാച്ചൽ ആൻഡ് ഷൈനിങ് മോർണിംഗ് ഫേസ് ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ അൺവില്ലിംഗ്ലി ടു സ്കൂൾ. വാട്ട് ഈസ് എ സ്കൂൾ ഗോയിങ് ബോയ് ഡിസ്ക്രൈബ്ഡ് ആസ്? സ്കൂൾ കുട്ടിയെ എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? ദ സ്കൂൾ ബോയ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് അൺവില്ലിംഗ്ലി ടു ഗോ ടു സ്കൂൾ. സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത കുട്ടിയായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. ഹൗ ഡസ് ദ സ്കൂൾ ബോയ് വാക്ക് ടു സ്കൂൾ? സ്കൂൾ കുട്ടി എങ്ങനെയാണ്, എന്തുപോലെയാണ് സ്കൂളിലേക്ക് നടക്കുന്നത്? ആൻസർ, ദ സ്കൂൾ ബോയ് വാക്സ് വെരി സ്ലോലി ലൈക്ക് എ സ്നെയിൽ വൈൽ ഗോയിങ് ടു സ്കൂൾ. സ്കൂളിൽ പോകുമ്പോൾ കുട്ടി ഒച്ചിനെ പോലെ വളരെ പതുക്കെയാണ് നടക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സിമിലി ഹാസ് ബീൻ യൂസ്ഡ് ഹിയർ? മുകളിൽ കൊടുത്തിരിക്കുന്ന വരിയിൽ ഏത് സിമിലി, ഉപമയാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ആൻസർ, ക്രീപ്പിംഗ് ലൈക്ക് സ്നെയിൽ, ഒച്ചിനെ പോലെ. Next question, then a soldier full of strange oaths and bearded like the pair, jealous in honor, sudden and quick in quarrel, seeking the bubbled reputation even in the cannon's mouth. What is a soldier ready to do? എന്ത് ചെയ്യാനാണ് പട്ടാളക്കാരൻ തയ്യാറാകുന്നത്? The soldier is ready to die for name and fame. പട്ടാളക്കാരൻ പേരിനും പ്രശസ്തിക്കും വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ്. Next question, what is a poetic device used in the second line? Bearded like the pad എന്ന രണ്ടാമത്തെ വരിയിൽ ഏത് പോയറ്റിക് ഡിവൈസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്? സിമിലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ബബിൾ റെപ്യൂട്ടേഷൻ മീൻ? ബബിൾ റെപ്യൂട്ടേഷൻ, പദവി, പ്രശംസ, ക്ഷണികമാണ് എന്ന് അർത്ഥമാക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻസർ, ഇറ്റ് മീൻസ് ദാറ്റ് റെപ്യൂട്ടേഷൻ ഈസ് എ ഷോർട്ട് ലിവ് ആസ് ദ ലൈഫ് ഓഫ് എ ബബിൾ. പ്രശസ്തിക്കും സ്ഥാനമാനങ്ങൾക്കും ഒരു കുമിളയുടെ ആയുസ് പോലെ ക്ഷണികമാണ് എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് സീൻ ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവന്റ്ഫുൾ ഹിസ്റ്ററി ഈസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ് ആൻഡ് നിയർ ഒബ്ലിവിയൻ. സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാൻസ് കണ്ടീഷൻ ഇൻ ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ലൈഫ്? ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? Man is very old and dependent in the last stage of life. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ വളരെ പ്രായമുള്ളവനും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ടതായും വരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു മീൻ ബൈ സാൻസ്? സാൻസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് മീൻസ് വിത്തൗട്ട്, ഇല്ല എന്നാണ് അർത്ഥം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് സെക്കൻഡ് ചൈൽഡിഷ്നെസ് മീൻ? രണ്ടാമത്തെ ബാല്യകാലം എന്താണ് അർത്ഥമാക്കുന്നത്?
ആൻസർ ഇറ്റ് മീൻസ് ദാറ്റ് മാൻ ഈസ് ഹെൽപ്ലെസ് ലൈക്ക് എ ചൈൽഡ്. ഒരു കുട്ടിയെ പോലെ മനുഷ്യൻ നിസ്സഹായനാണ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്